ഹലോ സ്റ്റുഡൻസ്, +2 എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്. തീർച്ചയായും നമ്മുടെ പ്രാക്ടിക്കൽ സൈഡ് പോലെ തന്നെ പ്രോബ്ലം സൈഡ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തിയറി പോർഷൻസും. അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സിലെ നമ്മുടെ +2 അക്കൗണ്ടൻസിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏത് ഏരിയ ആണ് തിയറി ഉള്ളത് എന്ന് കൃത്യമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് തിയറി പോർഷൻസിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട തിയറി പോർഷൻസ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ അവിടെ ഉള്ളത്. ഒന്ന് പാർട്ണർഷിപ്പ് ഡീഡും അതുപോലെ തന്നെ ഡിഫറൻസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും. ഇവിടെ കൃത്യമായിട്ട് പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ് നമുക്കറിയാം. റിട്ടേൺ എഗ്രിമെന്റിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് കുട്ടികൾ കൃത്യമായി പഠിച്ചതാണ്. വാട്ട് ആർ ദ കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്? നെയിം ഓഫ് ദ ഫേം ആവാം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ് ആവാം. ഇങ്ങനെയുള്ള കണ്ടന്റ്സുകൾ വളരെ സിമ്പിൾ ആണ്. കൂടാതെ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് ഇൻ ദ ഏബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് വാട്ട് ആർ ദ റൂൾസ് അപ്ലിക്കബിൾ എന്നുള്ളതാണ്. തീർച്ചയായും കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നിന്നൊക്കെ ഒരു ചോദ്യം കിടക്കുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, റെമ്യൂണറേഷൻ ലൈക്ക് സാലറി, കമ്മീഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. റേറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ലോണ് 6% ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ്. ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം നിർബന്ധമായിട്ടും കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു? ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്രോഫിറ്റ് എമംഗ് ദ പാർട്ട്നേഴ്സ്. ഒരു 1 മാർക്ക് ചോദ്യമായിരുന്നു. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരെന്താണ്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കൊടുക്കും. പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് കറക്റ്റ് ആൻസർ. അതിനുശേഷം വരുന്ന പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തുള്ള പ്രധാനപ്പെട്ട തിയറി ഭാഗങ്ങൾ അതിന് ഡിഫറൻസ് തന്നെയാണ്. നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് മെത്തേഡ് പ്രിപ്പയർ ചെയ്യാം, ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ്. ഈ ഫിക്സഡും ഫ്ലക്ച്വേറ്റിംഗ് എന്താണെന്നും അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ തിയറി ആയിട്ട് ഒരു 3 ഡിഫറൻസ് അല്ലെങ്കിൽ 4 ഡിഫറൻസ് കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെച്ചിട്ട് എക്സാം ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ. അതിനുശേഷമാണ് അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സാക്രിഫൈസിന്റെ ഇഷ്യൂ കിടക്കുന്നുണ്ട്. അതുപോലെ ഏതൊക്കെയാണ് അക്കൗണ്ടിൽ ട്രീറ്റ്മെന്റ് കിടക്കുന്നുണ്ട്, എന്താണ് ഗുഡ് വിൽ എന്ന് കിടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഗുഡ് വിൽ ട്രീറ്റ്മെന്റ് എന്ന് കിടക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ തന്നെയാണ്. ആ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പഠിക്കുന്ന കൂടെ തന്നെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ സാക്രിഫൈസിന്റെ ഇഷ്യൂയുടെ മീനിങ്ങും സാക്രിഫൈസിന്റെ ഇഷ്യൂയുടെ ഫോർമുലയും, അതായത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അതിനുശേഷം ഗുഡ്വില്ലിന്റെ ഭാഗത്ത് പോവുക. ഗുഡ്വില്ലിന്റെ ഭാഗത്ത് എന്താണ് ഗുഡ്വിൽ എന്നറിയാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ? എവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ്, സൂപ്പർ പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഈ മെത്തേഡുകൾ മക്കൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. രണ്ടാമത്തെ ഗുഡ്വില്ലിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരും. ആ ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ നീഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ? എന്തിനാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നത്? നമുക്കറിയാം അഡ്മിഷൻ സമയത്തും റിട്ടയർമെന്റ് സമയത്തും ഡെത്തിന്റെ സമയത്തും ഗുഡ്വില്ലുകൾ കണ്ടുപിടിച്ചിരിക്കണം. നമ്മുടെ ചാപ്റ്റേഴ്സിൽ അതുണ്ട്. കൂടാതെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഗുഡ്വിൽ? ഗുഡ്വില്ലിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്? അതുകൊണ്ട് ഈ ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങൾ ഈ കണ്ടന്റുകൾ പഠിക്കുമ്പോൾ, ഈ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ പഠിക്കുന്ന സമയത്ത് ഗുഡ്വില്ലിനെ കുറിച്ച് വളരെ ശ്രദ്ധിക്കണം. ഈ ഭാഗത്തുനിന്ന് ഒരു തിയറി ക്വസ്റ്റ്യൻ വരാനുണ്ട്. ആ ട്രീറ്റ്മെന്റ് ജേർണൽ എൻട്രീസ് ആവാം, എന്താണ് ഗുഡ്വിൽ എന്നാവാം, ഏതൊക്കെ ടൈപ്പ് വാല്യുവേഷൻ ആവാം, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആവാം. അപ്പൊ ഗുഡ്വില്ലിനെ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റീവാലുവേഷൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വരുമ്പോൾ ഏതെങ്കിലും എൻട്രീസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് അസറ്റ് അപ്രീസിയേറ്റഡ്, അപ്പൊ എന്താണ് ജേർണൽ എൻട്രി? ബിൽഡിംഗ് അക്കൗണ്ടിന്റെ റീവാലുവേഷൻ ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ റീവാലുവേഷനെ കണക്ട് ചെയ്ത് തിയറി നിങ്ങൾ പ്രതീക്ഷിക്കണം. ഞാൻ സാറ് പറഞ്ഞു സാക്രിഫൈസ് റേഷ്യോയുടെ കാര്യം സാറ് പറഞ്ഞു. ഇനി വേണ്ടത് റിസർവിന്റെയും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ലോസും പ്രോബ്ലം സൈഡ് തന്നെയാണ്. അതിന്റെ എൻട്രീസ് ഒക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഭാഗത്ത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒന്ന് സാക്രിഫൈസ് റേഷ്യോ, രണ്ടാമത്തത് ഗുഡ്വിൽ. ഗുഡ്വില്ലിലെ 3 ചോദ്യങ്ങൾ, അതായത് എന്താണ് ഗുഡ്വിൽ, വാട്ട് ആർ ദ മെത്തേഡ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ, കൂടാതെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഗുഡ്വിൽ, നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അഡ്മിഷൻ ചാപ്റ്ററിൽ ഓർമ്മിച്ചു വെക്കണം. കൂടാതെ റിട്ടയർമെന്റ് ചാപ്റ്റർ വരുമ്പോഴും ഇത്തരത്തിലുള്ള അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകളുണ്ട്. കാൽക്കുലേഷൻ ന്യൂ റേഷ്യോ ഉണ്ട്, കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ ഉണ്ട്, അല്ലെ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് റിസർവ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട്. എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ണർ, എങ്ങനെ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നു. ഈ ട്രീറ്റ്മെന്റ് പഠിച്ചതുപോലെ, ഈ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പഠിച്ചതുപോലെ മക്കൾ എന്തും പഠിച്ചു വെക്കണം. നമ്മളെ റിട്ടയർമെന്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് പഠിച്ചു വെക്കണം, മസ്റ്റ് ആണ്. അവിടുന്ന് ചോദ്യം വരാനുണ്ട്. നെക്സ്റ്റ് നമുക്ക് പോകേണ്ട ഡിഫറൻസിലേക്കാണ്. അവരെ ഏറ്റവും റിട്ടയർമെന്റ് ചാപ്റ്റർ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ നമ്മൾ പഠിച്ചു അവിടെ ഗെയിനിങ് റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ സാക്രിഫൈസിംഗ് റേഷ്യോ ഉണ്ട്.
തീർച്ചയായും ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസ് റേഷ്യോയുടെ ഡിഫറൻസ് 3-4 ഡിഫറൻസ് മക്കൾ പഠിച്ചു വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഏതൊക്കെ സമയത്താണ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഒന്ന് വെൻ ടു കാൽക്കുലേറ്റ്, എപ്പോഴാണ് കാൽക്കുലേറ്റ്, വളരെ സിമ്പിൾ കൊടുത്താൽ മതി. ഗെയിനിങ് റേഷ്യോ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ആണ്, സാക്രിഫൈസ് റേഷ്യോ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ആണ്. ഇനി മീനിങ് എന്താ? റേഷ്യോ ഇൻ വിച്ച് മീൻ കണ്ടിന്യൂ പാർട്ട്നേഴ്സ് അക്വയർ ദ ഔട്ട് ഗോയിങ് പാർട്ണർ അല്ലെ. അങ്ങനെയാണെങ്കിൽ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റ് ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് എന്താ? കാൽക്കുലേറ്റ് ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ടു പെയ്ഡ് to each continuing partners to the retiring partner. ഇവിടെയാണെങ്കിൽ determine the amount of compensation to be paid by the incoming partner. ഇനി ഫോർമുല കൊടുത്താൽ മതിയാ, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ദെൻ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. ഇത് വെച്ചുകൊണ്ട് ഗെയിനിങ് റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ മക്കൾ പഠിച്ചവിടെ വെക്കണം. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് ആണ് ഡിസൊല്യൂഷൻ അല്ലെ. ഡിസൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമും, ഈ ഡിഫറൻസ് കൃത്യമായിട്ട് ഓർമ്മിച്ചു വെക്കുക. അതായത് ഇക്കണോമിക് റിലേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ആർ ചേഞ്ച്, ദെൻ ഫേം ആണെങ്കിൽ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് വിൽ കംസ് ടു എൻ. ഒരു ഫേം ബിസിനസ് അവസാനിപ്പിക്കുകയാണ്. സോ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് മീനിങ് പറഞ്ഞാൽ മതി. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യുന്നുള്ളൂ, പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാണ്, സോൾഡ് ആണ്. അസറ്റ് അക്കൗണ്ട് ക്ലോസ്, ലയബിലിറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. ഈ ഡിഫറൻസ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പം കൂടുതൽ തിയറി ഭാഗങ്ങളൊന്നും നമുക്ക് +2 അക്കൗണ്ടൻസി വരാൻ സാധ്യതയില്ല. ഇവയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ. ഇതിന്റെ അകത്തുള്ള ജേണൽ എൻട്രീസ് നമുക്ക് ഓർമ്മിച്ചു വെക്കണം, ഫോർമാറ്റുകൾ ഓർമ്മിച്ചു വെക്കണം. അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ട് പ്രോബ്ലം സൈഡും തിയറി സൈഡും അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന നല്ല കുട്ടികളായിരിക്കണം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.